ഹായ് നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ നാഷണൽ ഹൈവേന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ട് വീരഭദ്ര ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തതാക്കുന്ന ഈ കാണുന്ന 29 സെന്റ് സ്ഥലം, അതിൽ 3 ബെഡ്റൂം ഒക്കെ ഉള്ള സാധാരണ ഓടിട്ടൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം സംഭവങ്ങളൊക്കെ പറഞ്ഞുതരട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മളെ ചെറുവത്തൂർ ടൗണിന്റെ അടുത്തുള്ള വീരഭദ്ര ക്ഷേത്രമാണ് കാണുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്നത്. ഇവിടുത്തെ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിലങ്ങോട്ടാണ് നമുക്ക് നമ്മളെ പ്ലോട്ടിലോട്ട് പോകേണ്ടത്. ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീരഭദ്ര ക്ഷേത്രം തന്നെയാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോളേ ഇതാ ഈ കാണുന്നതാണ് അമ്പലം കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ റോഡ് പറഞ്ഞ് വരുന്നത് നമ്മളെ നാഷണൽ ഹൈവേ എന്ന് വരുന്ന റോഡാണ്. അവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമേ നമ്മളെ പ്ലോട്ടിലോട്ട് കേട്ടോ. അപ്പൊ അതാക്കണം നമുക്ക് ഇതിലാണ് പോകേണ്ടത്, ഈ റോഡിനാണ് പോകേണ്ടത്. ഇത് നമ്മളെ പ്ലോട്ടിലോട്ടുള്ള പ്രൈവറ്റ് റോഡാണ്. പിന്നെ അതാകണേ ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളുണ്ട്. അടുത്തൊക്കെ ഒരുപാട് അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പോയി നോക്കട്ടോ. അപ്പൊ നമ്മളെ പ്ലോട്ടിലോട്ട് പോകേണ്ട വഴിയാണിത്. കാറോ ജീപ്പോ ഏത് വണ്ടി വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ പോണ വഴി ഇഷ്ടംപോലെ വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ പ്ലോട്ട് വരുന്നത് അവിടെ തന്നെയാണ്. ഇവിടെ നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെയാണ് നമ്മളെ സ്ഥലം ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ 54 കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ചെറുവത്തൂർ ടൗണിൽ നിന്നൊക്കെ വരാന്നുണ്ടെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ കാസർഗോഡ് നിന്നൊക്കെ വരാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെറുവത്തൂരാണ്. 2.5 കിലോമീറ്റർ ദൂരം തന്നെയുള്ളത്. വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ ഈ റോഡ് അവിടുന്ന് ഇതുവരെ ഒരു 3 വീടിനുള്ള 3 വീട്ടുകാർക്കുള്ളതാണ്. 3 വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഈ വീടിന് ഒന്ന് ഈ വീട്ടിലോട്ടുള്ള വഴിയാണ്. പിന്നെ നമ്മളെ പ്ലോട്ടിലോട്ടും. അപ്പൊ ഇവിടുന്നാണ് നമുക്ക് നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇത് നമ്മളെ സ്വന്തമായിട്ടുള്ള വഴി. അതെ, പറമ്പിലോട്ടുള്ള വഴിയാണ്. ഏത് വണ്ടി വേണമെങ്കിലും ചെന്നെത്തും. വീടിന്റെ മിറ്റം വരെ ചെല്ലാനുള്ള വഴി സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണ് ഈ കാണുന്ന തന്നെയാണ് നമ്മളെ സ്ഥലം. അപ്പൊ ഇതാക്കണ് നമ്മൾ പറമ്പിനോട്ട് വരുമ്പോ ഇതാക്കണ ചുറ്റുപാടും മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് എല്ലാം അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം കുറെ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. വാഴ പോലെ ഇടയ്ക്ക് കുറെ തെങ്ങെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ ഒരു ഏകദേശ വ്യൂ ട്ടോ. അടുത്ത തന്നെ ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീട്, ഇവിടെയും വീടുണ്ട്. ഒക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശമാണ്. നമുക്ക് NH വെറും 300 മീറ്റർ മാത്രമേ നമ്മളെ പ്ലോട്ടിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇനി നമ്മളെ പറമ്പില് ഒരു പഴയ അത്യാവശ്യം താമസിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സാധാരണ റോഡിട്ട വീടും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. വീട് അവിടെയാണുള്ളത്. പിന്നെ നമ്മൾ വരുമ്പോ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ കോമൺ ബാത്റൂമും ടോയ്ലറ്റൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ മൊത്തം ഒരു 10-30ഓളം തെങ്ങുണ്ട് നമ്മളെ പറമ്പിലിട്ടോ. നമ്മൾ നോക്കി ഒക്കെ നല്ല കായ്ക്കണ തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. പറമ്പിനകത്തോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഏകദേശ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ കുറെ വാഴകൃഷിയും സംഭവങ്ങളൊക്കെ കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശ ഒരു വ്യൂ എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മളെ പറമ്പൊക്കെ ഫുള്ള് നനച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫുള്ള് എന്താ പറയുക, അതേപോലെ സ്പ്രിംഗ്ലറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടല്ലേ. എല്ലായിടത്തോട്ടും നനയ്ക്കാനുള്ള പൈപ്പിന്റെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ വീട് ഈ കാണുന്ന തന്നെയാണ് വീട് കേട്ടോ. ഇവിടെ തന്നെയാണ് വീടിനോട് ചേർന്ന് തന്നെ ഇതാക്കണം. ഈ സൈഡിൽ ഇവിടെയാണ് നമുക്ക് കിണറെല്ലാം വരുന്നത്. വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇവിടെയാണ് കിണറുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ മേലെ തന്നെ ഉണ്ട് വെള്ളം, ഇഷ്ടം പോലെയാണ് വെള്ളം. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നും അല്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്കും ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കണം കേട്ടോ അതിലെല്ലാം. അപ്പൊ ഇതാണ് ആ ഒരു ഭാഗത്തോട്ടും ചുറ്റുഭാഗം ഇഷ്ടം പോലെ വീടുകളാണ്. അതെ, നമ്മൾ ഈ ചെറുവത്തൂർ ഭാഗത്തൊക്കെ വീടൊക്കെ എടുത്ത് താമസിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ. അടുത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ 2.5 കിലോമീറ്റർ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ. ഇതിപ്പോ നമ്മൾ ഈ പറമ്പിനകത്തുള്ള വീടാണ്. മൊത്തം 3 റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ എന്ന് വേണ്ട സൗകര്യത്തോട് കൂടിയിട്ടുള്ള മച്ചൊക്കെ ഉള്ള വീടാണ്. ഓടിട്ട വീടാണ്. അപ്പൊ ഇതാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ടും വീടുകളുണ്ട്. ഇവിടെയൊക്കെ അതിരെല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. അതിരൊന്നും എവിടെയും മാറാനില്ല. അതാ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇനി ബാക്ക് സൈഡിലോട്ടാണെങ്കിൽ അങ്ങോട്ടും വീടുകളൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ വരുന്നത്, സ്കൂൾ നമുക്ക് പറഞ്ഞ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് UP സ്കൂളും ഉണ്ട്, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാ മരത്തെ കൂടി എന്താക്കണം, കുരുമുളകെല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകെല്ലാം ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. പിന്നെ അത് ആത്തച്ചക്കേന്റെ മരമാണ് ഈ കാണുന്നത്. അതൊക്കെ കായ്ക്കണതാണ്. ഇമ്മ കായെല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്നത് മറ്റേ ചതുരപ്പുളീന്റെ മരമാണ് ഈ കാണുന്നത് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ടിന്റെ ഇതിലൊക്കെ നിറയെ കായെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ആ കാണുന്ന സപ്പോട്ട മരമാണ് ഈ കാണുന്നത്. ഇപ്പൊ ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ തൈകളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ഈ കാണുന്നത് പേരയ്ക്കാണ്.
അതുപോലെ ആ കാണുന്നത് കറിവേപ്പാണ്. പറമ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇനി ബാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അത്യാവശ്യം ചെറിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ. ഇതുകൊണ്ടല്ലോ ഇവിടെയൊക്കെ കുറെ വാഴയെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തെങ്ങും തൈ എല്ലാം നട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കപ്പ ചേന ചേമ്പോ എല്ലാ സാധനങ്ങളും നട്ടുപിടിപ്പിക്കാനൊക്കെ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് ഇത് കണ്ടില്ല നിങ്ങള്, ഈ കാണുന്നത് മാവാണ്, മാവും തൈ എല്ലാം ഉണ്ട്. അതുപോലെ ആ കാണുന്ന ചിലുമ്പപ്പുളിന്റെ മരമാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത്യാവശ്യം എന്തുവാണെന്നുണ്ടെങ്കിലും നട്ട് പിടിപ്പിച്ചാൽ ഉണ്ടാകുകയും ചെയ്യും അല്ലേ? അതെ. ഇനി ഇങ്ങോട്ട് നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലോട്ട് ഒന്ന് കാണിക്കട്ടോ. ഈ സൈഡിലോട്ട് ഇവിടെയൊക്കെ കുറെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിലൊക്കെ നമുക്ക് കൃഷിയെല്ലാം ചെയ്യാം കേട്ടോ. ഈ ഭാഗത്തൊക്കെ പച്ചക്കറിയെല്ലാം നടാം. പിന്നെ ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നമുക്ക് നമുക്ക് കെട്ടതായി ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മളെ അതിരിന്റെ ഇത് വരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പിൽ നമുക്ക് ഫിൽറ്ററും കൂടി ഉണ്ട്, കിണറല്ലാതെ നമുക്ക് ഫിൽറ്ററും കൂടി ഉണ്ട്. ഇത് ഫിൽറ്ററിന്റെ ആണ്. അപ്പൊ ഈ ഒരു സൗകര്യം ഉണ്ട് വെള്ളത്തിന് കേട്ടോ. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മള് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഇനി സ്റ്റെയർ വരുന്നുണ്ട് മേലേക്ക്. നമ്മളെ അടുക്കളേന്റെ ഭാഗം വാർപ്പാണ്, ബാക്കി ഭാഗമാണ് ഓടിട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മേലെ നമുക്ക് വാർപ്പിന്റെ മേലേക്ക് എന്തെങ്കിലും ഉണക്കണം എന്തെങ്കിലും ഇടണമെന്നൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ അതിന്റെ മേലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇവിടെ പുറത്തുനിന്നാണുള്ളത്. പിന്നെ ഇവിടെ എല്ലാം ഇവിടെ ഒരു മാവും തൈ എല്ലാം ഉണ്ട്, അതുപോലെ വാഴ കൃഷി എല്ലാം ഉണ്ട് ഈ ഭാഗത്ത്. അങ്ങനത്തെ കുറെ സംഭവങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നെല്ലി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇത്രയൊക്കെയാണ് നമുക്ക് കാഴ്ചകളുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയുള്ള ഒരു വീട് സ്ഥലം ആണ്. അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. ചെറുവത്തൂർ ടൗണിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ്. ഇനി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാർട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 2.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ അതേപോലെ പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണർ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ചങ്കുകളാരെങ്കിലും ഇതേപോലെ ചെറുവത്തൂർ ഏരിയയിലൊക്കെ വീട് സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.